കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഈ എൻസെമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള ലേണേഴ്സിനെ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പവർഫുൾ മോഡലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് വെച്ച് പ്രഡിക്ഷൻ നടത്തുന്ന ഒരു ടൈപ്പാണ് എൻസെമ്പിൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ഇത് കുറച്ചുകൂടിയും ഒരുപാട് മോഡൽസ്, ഭയങ്കര വീക്ക് മോഡൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനൊക്കെ ഒറ്റ ഇതിലേക്ക് ആക്കിയിട്ട് അത് വെച്ചിട്ടായിരിക്കും പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ടാവുക. സോ ഈ വീക്കായിട്ടുള്ള മോഡൽസിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഔട്ട് ഉണ്ടാവില്ലേ, ആ ഒരു ഔട്ടായിരിക്കും ഇവിടെ കമ്പൈൻ ചെയ്യുക. ഓരോന്നും ഓരോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി അതിൻ്റെ ഒരു അഗ്രഗേറ്റഡ് ഔട്ട്സ് ആയിരിക്കും പ്രോപ്പർ പ്രഡിക്ഷനായിട്ട് കൊടുക്കുന്നുണ്ടാവുക. So are combined to produce a single more accurate model. The idea is to leverage the strength of multiple models to compensate for their individual weakness. So ഈ ഓരോ മോഡൽസും ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് വീക്ക്നെസ്സസ് ഉണ്ടാവും. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മോഡലായിട്ട് അവതരിപ്പിക്കുന്നത്, റിസൾട്ടിങ് ഇൻ ബെറ്റർ ഓവറോൾ പെർഫോമൻസ്. സോ ഇത് ഒരു ബെറ്റർ ഓവറോൾ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് എൻസെമ്പിൾ ലേണിംഗ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, റെഡ്യൂസിങ് വേരിയൻസ് ബൈ ആവറേജിങ് പ്രഡിക്ഷൻസ് ഫ്രം മൾട്ടിപ്പിൾ മോഡൽസ്. എൻസെമ്പിൾ മെത്തേഡ്സ് റെഡ്യൂസ് വേരിയബിലിറ്റി ആൻഡ് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി. എക്സാമ്പിൾ ബാഗിംഗ് എന്ന് പറയും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ PCA എന്ന് പറഞ്ഞതിൽ മാക്സിമം വേരിയൻസ് വരുന്ന ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ആ ഒരു വേരിയൻസ് കുറവാക്കിയിട്ട് ഈ ആവറേജ് പ്രഡിക്ഷൻസിൻ്റെ ആവറേജ് വെച്ചിട്ട്, മൾട്ടിപ്പിൾ മോഡൽസ് എന്നുള്ള ആവറേജ് വെച്ചിട്ട് എൻസെമ്പിൾ മെത്തേഡ്സ് ഈ ഒരു സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ബാഗിംഗ് എന്ന് പറയും, ഒരുപാട് മോഡൽസിന് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിന്. റെഡ്യൂസിങ് ബയാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എററിൻ്റെ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. ബൈ കമ്പൈനിങ് വീക്ക് ലേണർ ഐട്രേറ്റീവ്ലി ആൻഡ് ഫോക്കസിങ് ഓൺ ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് സാമ്പിൾസ്. എൻസെമ്പിൾസ് റെഡ്യൂസ് ബയാസ്. എക്സാമ്പിൾ ബൂസ്റ്റിംഗ്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാഗിങ്ങും ബൂസ്റ്റിങ്ങും ഇത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റെഡ്യൂസിങ് ബയാസ് എന്ന് പറയുമ്പോൾ ഓരോ ഈ വീക്ക് ലേണേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഐട്രേറ്റീവ്ലി അതിൻ്റെ ഡൗൺ സൈഡ്സ് ഉണ്ടാവില്ലേ, അതിനെ ഓവർകം ചെയ്തിട്ട് പതുക്കെ ബെറ്റർ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് എവിടെയൊക്കെയാണോ ഈ ഒരു മോഡൽസ് മിസ്റ്റേക്സ് വരുത്തുന്നത് അവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതാണ് ആക്ച്വലി ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റത്തെ ഇതിൽ റെഡ്യൂസിങ് വേരിയസ് എന്ന് പറഞ്ഞിട്ട് ബാഗിങ് എന്നുള്ള സ്റ്റെപ്പില്ലേ, അത് ആക്ച്വലി അതിൻ്റെ എല്ലാ വാല്യൂസും കമ്പൈൻ ചെയ്തിട്ട് ഒരു അഗ്രഗേറ്റഡ് പ്രഡിക്ഷൻ കൊടുക്കും. സോ ഈ ഒരു രണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ബാഗിങ്ങും ബൂസ്റ്റിങ്ങിലും വരുന്നത്. ഒരെണ്ണത്തിൽ ആ കമ്പൈൻ ചെയ്തിട്ട് അഗ്രഗേറ്റഡ് റിസൾട്ട് കൊടുക്കും. ഒരെണ്ണത്തിൽ എവിടെയൊക്കെയാണോ മിസ്റ്റേക്ക് വരുന്നത് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഐട്രേറ്റീവ്ലി ഒരു ഫൈനൽ റിസൾട്ട് കൊടുക്കും. ദെൻ ഇംപ്രൂവ്ഡ് ജനറലൈസേഷൻ. Ensembles are less prone to overfitting and generalize better than individual models in many situations. സോ ഈ ഒരു എൻസെമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡിന് ബെറ്റർ ആയിട്ടുള്ള ജനറലൈസേഷൻ അല്ലെങ്കിൽ ബെറ്റർ പ്രൊഡിക്ഷൻസ് കിട്ടും. ഇത്രയും കമ്പൈൻഡ് മോഡൽസിൻ്റെ ആ ഒരു അഗ്രഗേറ്റീവ് ഇതായതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് അവിടെ വരാൻ ഹെൽപ്പ് ചെയ്യും. അത് ടൈപ്സ് ഓഫ് എൻസെമ്പിൾ ലേണിംഗ്. ബാഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് അഗ്രഗേറ്റിംഗ് എന്നും പറയും. ഈച്ച് മോഡൽ ഇൻ ദി എൻസെമ്പിൾ ഈസ് ട്രെയിൻഡ് ഓൺ എ റാൻഡം സബ്സെറ്റ് ബൂട്ട് സ്ട്രാപ്പ് സാമ്പിൾ ഓഫ് ദി ട്രെയിനിങ് ഡാറ്റ. Predictions are averaged for regressions or token wise.
ഈച്ച് മോഡൽ ഇൻ ദി എൻസെമ്പിൾ ഈസ് ട്രെയിൻഡ് ഓൺ എ റാൻഡം സബ്സെറ്റ് ബൂട്ട്സ്ട്രാപ്പ് സാമ്പിൾ ഓഫ് ദി ട്രെയിനിങ് ഡാറ്റ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യൂലേ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റിംഗ് ഡാറ്റയും ഒക്കെ ഇട്ട്, ആ ഒരു ഇതിൽ തന്നെ റാൻഡമായിട്ട് ഇതിനെ സാമ്പിൾ ചെയ്തിട്ട് അതിൽ ട്രെയിൻ ചെയ്യിപ്പിക്കും, ഓരോ ചെറിയ മോഡലിനെയും ട്രെയിൻ ചെയ്യിപ്പിക്കും. സോ ഈ കമ്പൈൻഡ് മോഡൽസ് ഇങ്ങനെ ഓരോ ട്രെയിനിങ് ഡാറ്റയിലും സെയിം ട്രെയിനിങ് ഡാറ്റയുടെ ഓരോ സാമ്പിൾസിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഒരു പാറ്റേൺസും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇതിനെ ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ സാമ്പിൾസ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തേക്കും അതിൻ്റെ ഒരു ഫോക്കസ് എത്തും. സോ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും ബാഗിങ് എന്നുള്ള അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിളാണ് റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. രണ്ടാമത്തെ ടൈപ്പിൽ പറഞ്ഞു ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഇതിൽ ഐട്രേറ്റീവ്ലി ഓരോ മോഡൽസിൻ്റെയും ഡിഫക്ട്സ് ഉണ്ടാവുമല്ലോ, ഡൗൺ സൈഡ്സ്, അതാണ് കറക്റ്റ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നത്. മോഡൽസ് ആർ ബിൽറ്റ് സീക്വൻഷ്യലി ആൻഡ് ഈച്ച് മോഡൽ ഫോക്കസസ് ഓൺ കറക്റ്റിംഗ് ദ എറേഴ്സ് ഓഫ് പ്രീവിയസ് വൺ. സോ ഓരോ മോഡൽ ബിൽഡ് ചെയ്യുമ്പോഴും അതിൻ്റെ തൊട്ട് മുന്നത്തെ മോഡൽ എന്ത് മിസ്റ്റേക്കാണോ വരുത്തിയത് അത് കറക്റ്റ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് വന്നാലും ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പ്രഡിക്ഷൻസ് ആർ കമ്പൈൻഡ് ഇൻ എ വെയ്റ്റഡ് മാനർ ടു പ്രിയോറിറ്റൈസ് മോർ അക്യുറേറ്റ് മോഡൽസ്. സോ ഇത് ആക്ച്വലി നല്ല പ്രഡിക്ഷൻസ് നടത്തുന്ന ആ ഒരു വെയ്റ്റ്സിൻ്റെ ബേസിലാണ്. വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ പാസിംഗ് ആണ്. ഈ മോഡൽസിൻ്റെ ഇൻഫർമേഷൻ പാസിങ് നടക്കുന്നത് വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ്. നമ്മൾ വെയ്റ്റും ബയാസും അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നില്ലേ. സോ ആ ഒരു മോഡൽസിൻ്റെ വെയ്റ്റിൻ്റെ ബേസിലാണ് ഏത് മോഡലാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. കുറേ വീക്ക് ലേണേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിൽ ഏത് മോഡലാണ് ബെറ്ററായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പാസ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത് ഗ്രേഡിയൻ ബൂസ്റ്റിംഗ്. മെഷീൻസ് GBM എന്ന് പറയും, അല്ലെങ്കിൽ XG ബൂസ്റ്റ്, ലൈറ്റ് GBM, കാറ്റ് ബൂസ്റ്റ്, ഇതൊക്കെ ബൂസ്റ്റിംഗ് മെത്തേഡ്സിൽ വരുന്നതാണ്. ആൻഡ് റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് ബാഗിങ് എന്നുള്ള ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ക്ലിയർ ആണോ? അത് ബാഗിങ്ങും ബൂസ്റ്റിങ്ങും എന്താണ് ഡിഫറൻസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യണോ? ബാഗിങ് ഒന്നും കൂടി പറഞ്ഞു. ബാഗിങ്ങിൽ ഓരോ മോഡലും ഈ ട്രെയിനിങ് ഡാറ്റയുടെ ഓരോ സ്പ്ലിറ്റിലാണ് ആക്ച്വലി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഈ ഓരോ മോഡലിൻ്റെയും ടോട്ടൽ ആവറേജ് പ്രഡിക്ഷൻസ് ഇല്ലേ, അതാണ് ഫൈനലി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 100 മോഡൽ ഉണ്ടെന്ന് വയ്ക്കുക. 100 ചെറിയ മോഡൽസ്, ചെറിയ വീക്ക് ലേണേഴ്സ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡൽസിൻ്റെയൊക്കെ റിസൾട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ പ്രൊഡിക്ഷന് വരുന്നത്. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ 99% അക്യുറസി എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലിൽ വരുന്നുണ്ടെന്ന് വയ്ക്കുക. ആ ഒരു 99% അക്യുറസി ആക്ച്വലി ആ ഒരു ഹൺഡ്രഡ്സ് ഓഫ് മോഡൽസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ടാണ് വരിക. അതാണ് ബാഗിങ്. ഓക്കെ, ബൂസ്റ്റിങ്ങിൽ 100 മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐട്രേറ്റീവ് സീക്വൻഷ്യലി ആണത് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു മോഡൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മോഡൽ അത് കറക്റ്റ് ചെയ്യും. 100 മോഡൽസ് ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ ഒരു 4-5 മോഡൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒന്നാമത്തെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് രണ്ടാമത്തേൽ കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് പോവുക. ഓക്കെ, അതാണ് ബൂസ്റ്റിംഗ്. അതായത് ഓൾറെഡി ഉള്ളതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കുക. മറ്റേത് ബാഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് ഇല്ലേ, ബാഗിങ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി കളക്ട് ചെയ്ത് അതിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ തരും. അപ്പോൾ ആൻഡ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഈ XG ബൂസ്റ്റ്, ലൈറ്റ് GBM, കാറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ബൂസ്റ്റിങ്ങിൻ്റെ. ആൻഡ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് കമ്പൈൻസ് പ്രഡിക്ഷൻസ് ഫ്രം മൾട്ടിപ്പിൾ മോഡൽസ് ബേസ് ലേണേഴ്സ് യൂസിങ് എ മെറ്റാ മോഡൽ ദാറ്റ് ലേൺസ് ഹൗ ടു
best combine them, allows the use of different types of models in the ensemble. സോ ഈ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വീക്ക് ലേണേഴ്സ് ആയിട്ടുള്ളതും ഉണ്ടാവും, അതിൻ്റെ ഒരു മെറ്റാ മോഡൽ ഉണ്ടാവും. മെറ്റാ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു മോഡൽ ഉണ്ടാവും. സോ അതിൽ ഏത് ബെസ്റ്റ് മോഡൽസിനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഈ പ്രൊഡിക്ഷൻ റിസൾട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മോഡൽ ഉണ്ടാവും. മെയിനായിട്ടുള്ളൊരു മോഡൽ അതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ 100 വീക്ക് ലേണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്രഡിക്ഷൻ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു മെറ്റാ മോഡലായിരിക്കും. ഓക്കെ, ദെൻ വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കമ്പൈൻസ് പ്രഡിക്ഷൻസ് ഫ്രം മൾട്ടിപ്പിൾ മോഡൽസ് യൂസിങ് സിമ്പിൾ റൂൾസ് ലൈക്ക് മെജോറിറ്റി വോട്ടിംഗ്, ക്ലാസിഫിക്കേഷൻ ഓർ ആവറേജിങ്. സോ ക്ലാസിഫിക്കേഷൻ ടാസ്കിൽ ഇതിൽ ക്ലാസിഫിക്കേഷനും വരും റിഗ്രഷനും വരും. അതിൽ ക്ലാസിഫിക്കേഷൻ ടാസ്കിൽ ആക്ച്വലി ഇത് ഒരു മെജോറിറ്റി വോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഈ വെയ്റ്റ്സ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. സോ ആ ഒരു ഹയർ വെയ്റ്റ്സ് വരുന്ന മോഡൽസിൻ്റെ പ്രഡിക്ഷൻ ആയിരിക്കും അവിടെ പ്രിയോറിറ്റി കൊടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള പ്രൊഡിക്ഷൻസ് വരുന്നത് അവിടെ നിന്നായിരിക്കും. സോ ആ ടൈമിൽ അങ്ങനത്തെ മോഡൽസിന് ലൈക്ക് ഒരു വോട്ടിംഗ് പോലെയുള്ള കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, മെജോറിറ്റി വോട്ടിംഗ് എന്നുള്ളത്. ഈ പ്രഡിക്ഷൻസിൻ്റെ വെയ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഒരു ഫൈനൽ പ്രഡിക്ഷൻ വരുന്നത്. ആ കൺസെപ്റ്റാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന മോഡൽസിൻ്റെ ആ ഒരു വെയ്റ്റ് ബേസ്ഡ് ആണ് വോട്ടിംഗ് വരിക. അതിൽ ചെറിയ പെർഫോമൻസ് ഉള്ള മോഡൽസൊക്കെ ആ വെയ്റ്റ് ബേസ്ഡ് ഇതിൽ വോട്ടിങ് എടുക്കൂല. ബാക്കിയുള്ളത് ഈ വലിയ നല്ല പ്രൊഡിക്ഷൻസ് കൊടുക്കുന്ന മോഡൽസിൻ്റെ വെയ്റ്റിൻ്റെ ബേസിലാണ് ഈ ഒരു വോട്ടിങ് നടക്കുന്നത്. ഒരു കൺസെപ്റ്റ് മാത്രമാണ്, ലൈക്ക് ഇവരുടെ വെയ്റ്റ് ബേസിലുള്ള ആ ഒരു ഇൻഫർമേഷൻ ഷെയറിങ് അവിടെ കമ്പൈൻ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. അതിൽ എല്ലാ മോഡൽസിൻ്റെയും എടുക്കില്ല. അതാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ ആവറേജിങ് എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ മോഡൽസിൻ്റെയും അതിൽ എല്ലാ പ്രഡിക്ഷൻസും ഉൾപ്പെടും ആവറേജിങ് എന്നുള്ളതിൽ. അതിനെ ആവറേജ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡിക്ഷൻ കൊടുക്കും. അതാണ് ആവറേജിങ് എന്ന് പറയുന്നത്. ഓഫൺ യൂസ്ഡ് വെൻ കമ്പൈനിങ് എ ഡൈവേഴ്സ് സെറ്റ് ഓഫ് മോഡൽസ്. ബെനിഫിറ്റ്സ് ഓഫ് എൻസെമ്പിൾ ലേണിംഗ്: ഇൻക്രീസസ് അക്യുറസി ആൻഡ് റെഡ്യൂസ് ഓവർഫിറ്റിംഗ്. വർക്ക്സ് വെൽ ഓൺ കോംപ്ലക്സ് ഡാറ്റ സെറ്റ് വേർ എ സിംഗിൾ മോഡൽ മൈറ്റ് സ്ട്രഗിൾ. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ മോഡൽ ക്ലാസിഫിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു അൽഗോരിതം അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അക്യുറസിയോ അല്ലെങ്കിൽ പെർഫോമൻസോ ഡൗൺ ആവുന്ന മോഡൽസിൽ ഈ വീക്ക് ലേണേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻസെമ്പിളോ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ പെർഫോമൻസ് കാണാൻ പറ്റും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽസിലും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാൻഡം ഫോറസ്റ്റ്, XGBoost ആ ഒരു ടൈപ്പിലുള്ള ആൽഗോരിതംസൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് റാൻഡം ഫോറസ്റ്റൊക്കെ. റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷനും റിഗ്രഷനും യൂസ് ചെയ്യുന്ന ഒരു ആൽഗോരിതമാണ്. Works well on complex data sets where a single model might struggle. Often used when helps to reducing bias and variance when combined. Then ഈ ഒരു ബാഗിംഗ് എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാഗിംഗ് ഷോർട്ട് ഫോർ ബൂട്ട്സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് ഈസ് ആൻ എൻസെമ്പിൾ ലേണിംഗ് ടെക്നിക് ദാറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റെബിലിറ്റി ആൻഡ് അക്യുറസി ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽസ്. It works by combining the predictions of multiple models, typically the same type of model trained on different subsets of data. ഇത് യൂഷ്വലി വർക്ക് ചെയ്യുന്നത് സെയിം ഡാറ്റ സെറ്റിൽ അതിൻ്റെ മൾട്ടിപ്പിൾ പാർട്സ് ഒന്ന് സ്പ്ലിറ്റ് എടുത്തിട്ട് സെയിം ഡാറ്റയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഈ മൾട്ടിപ്പിൾ മോഡൽസ് ഒരു അഗ്രഗേറ്റിംഗ് നടത്തുന്നത്. ഇപ്പോൾ 1000 റോ ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 32 റോയോ അല്ലെങ്കിൽ 64 റോയോ വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് മോഡൽസിന് ഫോക്കസ് കൊടുക്കും. അതിൽ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യിച്ചിട്ട് അങ്ങനെ മൾട്ടിപ്പിൾ സ്പ്ലിറ്റ്സ് ഓരോ മോഡലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഈ ടോട്ടലി ഈ മോഡൽസിൻ്റെ ഒക്കെ ഒരു അഗ്രഗേറ്റഡ് പ്രഡിക്ഷനാണ് ബാഗിങ്ങിൽ അവിടെ നടക്കുക. ആൻഡ് ഹൗ ബാഗിങ് വർക്ക്സ്: ബൂട്ട്സ്ട്രാപ്പ് സാമ്പിളിംഗ്. Create a
create multiple subsets of the original dataset by randomly sampling with replacement. അത് നമ്മൾ ഈ പ്രോഡക്റ്റൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന പോലെ ഇതിലും സെയിം ഡാറ്റ സെറ്റിൻ്റെ മൾട്ടിപ്പിൾ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഈച്ച് സബ്സെറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദി ഒറിജിനൽ ഡാറ്റ സെറ്റ് ബൈ റാൻഡംലി സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ബട്ട് കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പിൾസ്. ഈച്ച് സബ്സെറ്റ് സെയിം സൈസ്. Train models. Train a separate model on each subset. These models are typically weak learners. For example, decision tree. അതായത് റാൻഡം ഫോറസ്റ്റ് എന്നുള്ള ആ ഒരു മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് വീക്കർ ആയിട്ടുള്ളൊരു മോഡലാണ്. ഡിസിഷൻ ട്രീയുടെ പറഞ്ഞു തന്നിട്ടുണ്ടായോ? ഇല്ല. ഓക്കെ, ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി ഡിവൈഡ് ആൻഡ് കൺകർ അറിയോ മെത്തേഡ്? ഡിവൈഡ് ആൻഡ് കൺകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ പ്രോബ്ലം ഉണ്ടെന്ന് വയ്ക്കാം. ആ വലിയ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ട് സോൾവ് ചെയ്യും. ഈ സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു സൊല്യൂഷൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സെയിം മെത്തേഡ് തന്നെയാണ് ഡിസിഷൻ ട്രീസിലും യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ ട്രീസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വൽ ട്രീസ് പോലെ ഒരു കൺസെപ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ട്രീയിൽ ഒരു ട്രങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്, ആൻഡ് ലീഫ് നോട്ട്സ്, ചൈൽഡ് നോട്ട്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. സോ ഈ ചൈൽഡ് നോട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു വലിയ പ്രോബ്ലത്തിനെ ഒന്ന് ചെറുതായിട്ട് സബ്ബാക്കിയതാണ്. ആൻഡ് അതിനെയും എഗെയിൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് നോട്ട്സ് എന്നുള്ള കൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഇത് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നില്ലേ? ഓക്കെ, ഇതിൽ ഈ സൈഡിൽ മാക്സിമം ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഈ റൂട്ട് നോഡാണ് ആക്ച്വലി ആ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതിനെ തന്നെ ഡിസിഷൻ നോട്ട്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ബ്രാഞ്ചസ് ആക്കിയിട്ട്. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ സെയിം ട്രീയുടെ ഒരു കൺസെപ്റ്റ് തന്നെ, അത് ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൂ. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ ഡിസിഷൻ നോട്ട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ഓരോ ബ്രാഞ്ചസ് പോലെ. ആൻഡ് ഈ ഡിസിഷൻ നോട്ട്സ് ഒന്ന് എഗെയിൻ സ്പ്ലിറ്റ് വരുന്നുണ്ട്, സെപ്പറേറ്റ് ഡിസിഷൻ നോട്ട്സ്, നമ്മുടെ ബ്രാഞ്ചസ് ഇങ്ങനെ പോകുന്ന പോലെ തന്നെ വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു സബായിട്ട് ലീഫ് നോട്ട്സ് വരുന്നുണ്ട്. സോ ഈ മെയിൻ പ്രോബ്ലം സബ് പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് അതിന്ന് സബ് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള ലീഫ് നോട്ട്സ് ഒരു ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ് പ്രോബ്ലംസ് ആക്കുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ റൂട്ട് നോഡെന്നും പോകുന്ന സബ് പ്രോബ്ലംസ് ഈ ഒരു ലെവലിൽ സോൾവ് ചെയ്യും, ലീഫ് നോട്ട്സിൽ വെച്ചിട്ട് സോൾവ് ചെയ്യും. സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇവിടേക്ക് പാസ് ചെയ്യും. അതേപോലെ ഈ ബ്രാഞ്ചിലുള്ളതും ഇതിനെ സോൾവ് ചെയ്തിട്ട് പാസ് ചെയ്യും. ടോട്ടലി എത്ര ലീഫ് നോട്ട്സും ഈ ഒരു ബ്രാഞ്ചസും ഉണ്ടോ അതിന്നൊക്കെയുള്ള ഡാറ്റ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ലാസ്റ്റ് ഔട്ട് ഇതിന് കൊടുക്കുക. സോ ഈ സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ കോഡ് ചെയ്യുമ്പോൾ മൊഡ്യൂൾസൊക്കെ ആയിട്ട് ചെയ്യില്ലേ, അതായത് ടോട്ടലി ഒരു വലിയ കോഡായിട്ട് ഒറ്റ ഫയലിൽ എഴുതാണ്ട് മൊഡ്യൂൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും.
അതേപോലെ തന്നെ ഈ സബ് പ്രോബ്ലംസ് മൊത്തം ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും, സൊല്യൂഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഈ മെത്തേഡാണ് ഡിസിഷൻ ട്രീ എന്നുള്ള ആ ഒരു അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. കുറേ ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നതും ഓരോ ഈ വീക്ക് ലേണേഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഇതിൽ നോക്കിയാൽ മതി, ഡിസിഷൻ 1 എന്നുള്ളത് ഡിസിഷൻ 2ഉം 3ഉം ആയിട്ട്, ദെൻ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 4ഉം 5ഉം ആയിട്ട്, അതിൻ്റെ ഔട്ട്കംസ് ഇതിലൊക്കെ വരുന്നുണ്ട്. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. And train models. Train a separate model on each subset. These models are typically weak learners. Example, decision trees. Aggregate predictions. ഈ ഒരു പ്രഡിക്ഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടിയും അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡിക്ഷൻ ആയിട്ട് മാറ്റുന്നു. ഫോർ റിഗ്രഷൻ ടാസ്ക്, ആവറേജ് ദ പ്രഡിക്ഷൻസ് ഫ്രം ഓൾ മോഡൽസ്. ഫോർ ക്ലാസിഫിക്കേഷൻ ടാസ്ക്, യൂസ് മെജോറിറ്റി വോട്ടിംഗ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ടാസ്ക് വരുമ്പോൾ അതിൽ ഓരോ ലേബൽസ് ആയിട്ടല്ലേ വരിക. ഇപ്പോൾ യെസ് ഓർ നോ അല്ലെങ്കിൽ ഡോഗ് അല്ലെങ്കിൽ കാറ്റ്, ആ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് അവിടെ വേണ്ടത്. 0, 1 ആ ഒരു ടൈപ്പിൽ. അതിലാണ് നമ്മൾ മെജോറിറ്റി വോട്ടിംഗ് വരുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഔട്ട്പുട്ട് അവിടെ വരുള്ളൂ. അതേപോലെ റിഗ്രഷൻ ആകുമ്പോൾ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ്. ആ ഒരു ടൈമിൽ അതിൻ്റെ ആവറേജ് പ്രഡിക്ഷൻസ് ആ ഒരു നമ്പർ ആയിരിക്കും അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആവറേജ് പ്രഡിക്ഷൻ. ദെൻ കീ അഡ്വാൻറ്റേജ് ഓഫ് ബാഗിങ്, റെഡ്യൂസ് വേരിയൻസ്. ബൈ ആവറേജിങ് ദ പ്രഡിക്ഷൻസ്, ബാഗിങ് റെഡ്യൂസസ് ദ വേരിയൻസ് ഓഫ് ദി മോഡൽ, ലീഡിങ് ടു ബെറ്റർ ജനറലൈസേഷൻ. വേരിയൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞു ബൈ ആവറേജിങ് ദ പ്രഡിക്ഷൻസ്. ആൻഡ് റോബസ്റ്റ്നെസ്, വർക്ക്സ് വെൽ ഇവൺ വിത്ത് നോയ്സി ഓർ ഓവർഫിറ്റിംഗ് പ്രോൺ അൽഗോരിതം ലൈക്ക് ഡിസിഷൻ ട്രീസ്. ഈ ഒരു റാൻഡം ഫോറസ്റ്റ് എന്നുള്ള മോഡൽ കുറച്ചുകൂടി ഓവർ ഫിറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡാറ്റയിൽ ഒരുപാട് ലേൺ ചെയ്യും, ടെസ്റ്റിംഗ് ഡാറ്റയിൽ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് ഓവർ ഫിറ്റിംഗ് എന്നുള്ളത്. അത് ഈ ഒരു ഇതിനെ അധികം ബാധിക്കില്ല. കാരണം ഈ റാൻഡം ഫോറസ്റ്റ് എന്നുള്ള മോഡൽ വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റ മാക്സിമം സീൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ സാമ്പിൾ ചെയ്തിട്ട് സെയിം ഡാറ്റേനെ തന്നെ ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് സാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ടാവും. എന്നിട്ട് ആ ഒരു ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനഫ് ഡാറ്റ അത് സീൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ഓവർ ഫിറ്റിംഗ് അത്ര ഇതിനെ അഫക്റ്റ് ചെയ്യാത്തത്. And random forest extends bagging by adding randomness to the model. Random forest extends bagging by adding randomness to the model. അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് വരുന്നത് ഇൻ അഡീഷൻ ബൂട്ട്സ്ട്രാപ്പ് സാമ്പിളിംഗ്. റാൻഡം ഫോറസ്റ്റ് സെലക്ട് എ റാൻഡം സബ്സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഫോർ ഈച്ച് സ്പ്ലിറ്റ് ഇൻ ദി ഡിസിഷൻ ട്രീ. ആ ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. റാൻഡം ഫോറസ്റ്റ് സെലക്ട് എ റാൻഡം സബ്സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഫോർ ഈച്ച് സ്പ്ലിറ്റ് ഇൻ ദി ഡിസിഷൻ ട്രീ. ഈ ഡിസിഷൻ ട്രീ ഒരു സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും ഈ ഡിസിഷൻ ട്രീസിൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ ഈ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ വീക്ക് ലേണർ കമ്പൈൻ ചെയ്തിട്ട് ഒരു ലാർജർ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുറേ ഡിസിഷൻ ട്രീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു റാൻഡം ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് റാൻഡംനെസ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോറിലേഷൻ എമോങ് ദി ട്രീസ് ആൻഡ് ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഈ ഒരു റാൻഡംനെസ് ആ ഒരു ട്രീസ് തമ്മിലുള്ള കോറിലേഷൻ, ഒരു സിമിലാരിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും. അതുവരെ ക്ലിയർ ആണോ? ടൈപ്സ് എന്താണെന്ന് നോക്കിയാൽ മതി, ബാക്കിയുള്ള അത്ര കാര്യമായിട്ട് നോക്കണമെന്നില്ല. ടൈപ്സ് ഓഫ് ബൂസ്റ്റിംഗ് ടെക്നിക്സ്. ഇതിൽ വരുന്ന ബൂസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ആഡാ ബൂസ്റ്റ്. ഇതിന് മുന്നേ കുറച്ച് അൽഗോരിതംസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോയിട്ട് ഈ KNNs അങ്ങനെയുള്ള ഇതുകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി
അല്ലാന്നുണ്ടെങ്കിൽ കോഡ്സ് നോക്കിയിട്ട് പോകണം. എങ്ങനെ വേണ്ടേ? എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഈ ഒരു ഡോക്യുമെൻ്റ് തീരുന്ന വരെ കുറച്ച് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആൽഗോരിതംസിൻ്റെ നാളെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ആ ഒരു ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട ആൽഗോരിതംസില്ലേ, ആ ലീനിയർ റിഗ്രഷൻ, ആ ഒരു ഇതുപോലത്തെ അതിൻ്റെ ആ ഒരു തിയറി പാർട്ടും കോഡിങ് കൂടി നിർത്തരാം. ഓക്കെ. സോ ഈ ബൂസ്റ്റിംഗ് ടെക്നിക്കിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾസ് പോലെ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. കോഡിങ് ഇൻഡെപ്ത് എടുക്കുന്നത് ആ ഒരു അൽഗോരിതംസ് കവർ ചെയ്തിട്ടായിരിക്കും. ഓക്കെ. അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ ബേസ് ഐഡിയ എന്ന് പറയുന്നത് കമ്പൈൻ മൾട്ടിപ്പിൾ വീക്ക് ലേണേഴ്സ് യൂഷ്വലി ഡിസിഷൻ stems to form a stronger learner. Process assign equal weights to training samples initially. Train a weak learner. Example a ഷാർപ്പ് ട്രീ, ഒരു ഡിസിഷൻ ട്രീ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇൻക്രീസ് വെയിറ്റ് ഫോർ മിസ്ക്ലാസിഫൈഡ് സാമ്പിൾസ് സോ ദ നെക്സ്റ്റ് ലേണർ ഫോക്കസ് ഓൺ ദം. സോ ഈ ഓരോന്നും ബൂസ്റ്റിംഗ് എന്നുള്ള ടെക്നിക്കിൽ ഓരോന്നും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് പോകുമല്ലോ. അപ്പോൾ അതേപോലെ ഈ മിസ്ക്ലാസിഫൈഡ് സാമ്പിൾസിന് കുറച്ചുകൂടി വെയ്റ്റ്സ് ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ആ ഒരു ടൈമിൽ അതിൻ്റെ ഫോക്കസ് ടോട്ടലി ഈ ഒരു നെക്സ്റ്റ് ലേണറിൻ്റെ അവിടെ വരും. ദെൻ റിപ്പീറ്റ് ദ പ്രോസസ് ഫോർ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഐറ്ററേഷൻസ്. സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ആ ഒരു എറർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഫൈനൽ പ്രഡിക്ഷൻ ഈസ് വെയ്റ്റഡ് വോട്ട് ഫോർ ഓൾ വീക്ക് ലേണേഴ്സ്. സോ ഒരു വെയ്റ്റഡ് വോട്ടിംഗ് ആണ് അവിടെ എല്ലാ വീക്ക് ലേണേഴ്സിനും നടക്കുന്നത്. ദെൻ ലോസ് ഫംഗ്ഷൻ മിനിമൈസസ് ദ എക്സ്പോണൻഷ്യൽ ലോസ്. അതിൻ്റെ കീ പാരാമീറ്റേഴ്സ് വരുന്നത് ഈ ഡിസിഷൻ ട്രീ അല്ലെങ്കിൽ റാൻഡം ഫോറസ്റ്റ് അങ്ങനത്തെ പാരാമീറ്റേഴ്സാണ്. എസ്റ്റിമേറ്റേഴ്സ് നമ്പർ ഓഫ് വീക്ക് ലേണേഴ്സ്, എത്ര വീക്ക് ലേണേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം 100 മോഡൽസാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ ആണ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. ദെൻ ലേണിംഗ് റേറ്റ് നമ്മൾ ആദ്യം എടുത്തായിരുന്നു ഗ്രേഡിയൻ ഡീസൻ്റെ കൂടെ. ലേണിംഗ് റേറ്റ് ഷ്രിങ്ക്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ലേണർ ടു പ്രിവെൻറ്റ് ഓവർ ഫിറ്റിംഗ്. അതായത് ഈ മോഡൽസ് ഒരുപാടാകുമ്പോൾ കോംപ്ലക്സ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ നമ്മൾ L2 റെഗുലറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെത്തേഡ് യൂസ് ചെയ്തായിരുന്നില്ലേ, L1 L2 ആ മെത്തേഡ്സ് പോലെ ഷ്രിങ്ക് ചെയ്തിട്ട് ഈ എല്ലാ മെത്തേഡ്സിനും ഔട്ട്കമ്മിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരില്ല. സോ അങ്ങനത്തെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആ ഒരു ടൈപ്പ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ തിയറി പാർട്ട് വരുന്നത് അഡാപ്റ്റീവ് ബൂസ്റ്റിംഗ് ഈസ് എ പവർഫുൾ എൻസാമ്പിൾ മെത്തേഡ് ദാറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ വീക്ക് ലേണേഴ്സ് ഇൻ ടു എ സിംഗിൾ സ്ട്രോങ് ലേണർ. സോ കുറേ വീക്ക് ലേണേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രോങ് മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് strength lies in its iterative approach to focusing on hard to classify sample. സോ എത്ര വലിയ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അത് ഐട്രേറ്റീവ്ലി ആ ഒരു ഇഷ്യൂസ് കവർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. കോർ ഐഡിയ ബൂസ്റ്റിംഗ് വർക്ക്സ് ബൈ ട്രെയിനിങ് എ സീക്വൻസ് ഓഫ് വീക്ക് മോഡൽസ് where each model tries to correct the errors of its predecessor. സോ അതിൻ്റെ ഓരോ മോഡലും അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂ കറക്റ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇതിലേക്ക് പോവുക. ഒറ്റ സ്റ്റെപ്പിൽ കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് കറക്റ്റ് ചെയ്യാൻ അത് ട്രൈ ചെയ്യും. സോ അത് ഇമ്പ്രൂവ് ചെയ്ത് വരും. അതാണ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ദ അഡാപ്റ്റീവ് പാർട്ട് ഓഫ് ദി അഡാബൂസ്റ്റ് മീൻ that it's adjust its focus on the training samples by assigning higher weights to misclassified instances. അപ്പോൾ നമ്മൾ MSC എന്നുള്ള ഒരു മെത്തേഡ് എടുത്തപ്പോൾ ആ ഒരു സ്ക്വയർ വാല്യൂ യൂസ് ചെയ്ത പോലെ ഈ മിസ്ക്ലാസിഫൈഡ് വെയ്റ്റ്സിന് ഓരോ വെയ്റ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്യുക. ആ മിസ്ക്ലാസിഫൈഡ് വെയ്റ്റ്സ് ഇപ്പോൾ 0 വരേണ്ടോടത്ത് 1 വന്നു. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള മിസ്ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്യും ഒന്നുകൂടി. ദെൻ എന്നിട്ട് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എൻഷുറിങ് ദ നെക്സ്റ്റ് വീക്ക് ലേണർ ഫോക്കസസ് മോർ ഓൺ ദം. സോ ഈ വെയ്റ്റ് ഇൻക്രീസ് ആകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വേറൊരു മോഡൽ വരുമല്ലോ. ആ മോഡൽ വരുമ്പോൾ
ഈ ഫോക്കസ് മൊത്തം ഈ മോഡലിൻ്റെ ഇത് കറക്റ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു എക്സാമ്പിളാണ്. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ AdaBoost with equations and examples side by side so you can clearly connect. Example scenario: we are training a model to classify whether a fruit is an apple +1 or not an apple. അതിൽ +1 വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ട് ആപ്പിൾ ആണ് എന്നുള്ളതാണ് വരുന്നത്. അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ -1 എന്നുള്ള വാല്യൂവിലാണ് വരുന്നത്. സോ നമുക്ക് 5 ഡാറ്റാ പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നമ്പർ, ഡാറ്റാ പോയിൻറ്റിൻ്റെ ഐറ്ററേഷൻ്റെ നമ്പർ, ദെൻ ഫീച്ചർ XI എന്ന് പറയുന്നത്. അതിൽ റെഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വലി വരേണ്ട പ്രൊഡിക്ഷൻ, YI എന്ന് പറയുന്നത് ആക്ച്വലി വരേണ്ട പ്രൊഡിക്ഷൻ ആണല്ലോ. നമ്മൾ ആ ഒരു ലൈനിൻ്റെ ഇക്വേഷനോ അല്ലെങ്കിൽ MSCയുടെ ഇക്വേഷനോ കണ്ടപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ റെഡ് എന്നുള്ള ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ കളർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വലി വരേണ്ടത് +1 എന്നുള്ളതാണ്. സോ ആ ഒരു പ്രെഡിക്റ്റഡ് ബൈ വീക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 വീക്ക് മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ അതിൻ്റെ ഫീച്ചർ ഗ്രീൻ എന്നുള്ളത്. സോ ആക്ച്വലി ഫ്രൂട്ടിൻ്റെ ഇതിൽ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ -1 ആണ് വരേണ്ടതെന്ന് വയ്ക്കുക, അതായത് ആപ്പിൾ അല്ല എന്നുള്ളതാണ് വരേണ്ടതെന്ന് വയ്ക്കുക. സോ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് +1 എന്നുള്ളതാണ്, അതായത് അത് ആപ്പിളാണ്. ഗ്രീൻ കളർ വന്നാലും അത് ആപ്പിളാണ് എന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി റോങ് ആണ്. ദെൻ ഇവിടെ ഫീച്ചർ റെഡ് എന്ന് വരണം. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ ഇവിടെ വരുന്നത് ട്രൂ ലേബൽ +1 എന്ന് തന്നെയാണ്. ആൻഡ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് ആക്ച്വലി വരേണ്ടത് +1ഉം ഇവിടെ വന്നിരിക്കുന്നത് -1 എന്നുള്ളത്. നെക്സ്റ്റ് ഒരു ഐറ്ററേഷനിൽ ഗ്രീൻ എന്നാണ് ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് -1 ആണ്, ആപ്പിൾ അല്ല എന്നത്. ഇവിടെ ആപ്പിൾ അല്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്തു. അടുത്തതിൽ റെഡ് വരുമ്പോൾ ഇവിടെ ആപ്പിളാണ്, ഇവിടെയും ആപ്പിളാണ്. സോ ഈ ഒരു ഇനിഷ്യലൈസ് വെയ്റ്റ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓൾ ദി ഡാറ്റ പോയിൻറ്റ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ ഈച്ച് പോയിൻ്റ് ഈസ് ഗിവൺ എ വെയ്റ്റ് WI of 1 equal to 1/n, n is equal to 5, number of data points, initial weights for each data point. സോ അതിൻ്റെ ഓരോ ഡാറ്റാ പോയിൻറ്റ്സിനും ഇനീഷ്യലി എന്ത് വെയിറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W3 ഈക്വൽ ടു W4 ഈക്വൽ ടു W5 ഈക്വൽ ടു 1/5 എന്നുള്ളത്. അതായത് ടോട്ടലി എത്ര ഉണ്ടോ അതിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക, 1/5 എന്ന് എഴുതുക. അതിൻ്റെ വാല്യൂ വരുന്നത് 0.2 എന്നുള്ളത്. ദെൻ അവർ വീക്ക് ലേണർ പ്രെഡിക്ട്സ് ദ ലേബൽസ് YI based on the features. In this one, compute weighted error. The error EFT is the total weight of the misclassified points. Compute weighted error. Weighted error എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി മിസ്ക്ലാസിഫൈഡ് പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ലീനിയറിൽ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കൂടി കണ്ടിട്ടാണല്ലോ ആ ഒരു എറർ കറക്റ്റ് ചെയ്തായിരുന്നത്. അതേപോലെ ഇതിലും സിഗ്മ I വേരിങ് ഫ്രം 1 to n ഇൻറ്റു WI. WI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ വെയ്റ്റ്സിൻ്റെ ഡിനോട്ട് ചെയ്യുന്നില്ലേ, വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ ഒരു ഇതാണ് WI എന്ന് പറയുന്നത്. ദെൻ I എന്ന് പറയുന്നത് I ഈക്വൽ ടു ഐട്രേഷൻ്റെ ഇതായിരിക്കും. ദെൻ YI നോട്ട് ഈക്വൽ ടു YI ക്യാപ്പ്. അതായത് എറർ കണ്ടുപിടിക്കുമ്പോൾ YI ഈക്വൽ ടു YI ക്യാപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്പിൾ എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ ആപ്പിൾ എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത്. സോ അത് രണ്ട് ഈക്വലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എറേഴ്സിൻ്റെ റേറ്റ് കിട്ടില്ല. YI എന്നുള്ളത് അതായത് ആക്ച്വൽ പ്രൊഡിക്ഷൻസ് കറൻറ്റ് പ്രൊഡിക്ഷൻസുമായിട്ട് ഒത്തുപോകാതിരിക്കുമ്പോഴാണ് എറേഴ്സ് അവിടെ വരിക. സോ അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ സിഗ്മ I വേരിങ് ഫ്രം 1 to n WI എന്നുള്ളത്. Then I equal to YI not equal to YI cap, and 1 if misclassified 0, otherwise
misclassified points 2 and 3. Vt equal to W2 plus W3 equal to 0.2 plus 0.2, 0.4. Then weak learners weight alpha t depends on its error. Alpha t equal to 1 by 2 n 1 minus epsilon t divided by epsilon t. എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1/4. ഇക്വേഷൻ പറ. ഗോസസ് അത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതല്ലേ? ഗോസിയൻ. ഒരു മിനിറ്റ്. അന്ന് ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നോക്കിയിരുന്നല്ലേ? രണ്ട് ഡിസ്ചാർജിങ് പോയിന്റ്. ഓക്കെ. ദെൻ ഈ എപ്സിലോൺ ടി എന്ന് പറയുന്നത് 0.4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വേഷൻ ആക്ച്വലി ഇതങ്ങനെ ചോദിക്കില്ല. ഇതിൽ ചെയ്യുന്നത് എല്ലാ ഇതിൻ്റെയും വെയിറ്റ് കമ്പൈൻ ചെയ്യുന്ന പറഞ്ഞില്ലേ, അതിൽ ടോട്ടൽ എറർ എത്ര വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത്. ആൽഫ ടി എന്ന് പറയുമ്പോൾ വീക്ക് ലേണേഴ്സ് വെയിറ്റ്, അതാണ് ആൽഫ ടി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇപ്പോൾ വെയിറ്റ്സ് ആണ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വെയിറ്റ്സ് പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എറർ എത്രയാണ് ജനറേറ്റ് ചെയ്യണമെന്നും കൂടി അറിയണം. അപ്പോൾ അതാണ് 1/n, ആ ഒരു n എന്ന് പറഞ്ഞിട്ടുള്ളത് n പോയിൻറ്റ്സിനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എറർ കറക്റ്റ് ചെയ്യുമ്പോഴാണ്, ടോട്ടലി ആ ഒരു n നമ്പേഴ്സിന് എറർ കറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്ത് വരുന്നത്. ബൂസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ ഇപ്പോൾ മിസ്ക്ലാസിഫൈഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട് 2 and 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്സിലോൺ ടി എന്ന് പറയുന്നത് W2 പ്ലസ് W3 ഈക്വൽ ടു 0.2 പ്ലസ് 0.2 0.4. പക്ഷേ ഇതിൽ ഒരു ഇക്വേഷൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ എറർ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി മിസ്ക്ലാസിഫൈഡ് പോയിൻറ്റ്സ്. ഇ ഓഫ് ടി എന്നുള്ളത് ഇവിടെ ഏതൊക്കെ പോയിൻറ്റ്സ്, ഇവിടെ 2 പോയിൻറ്റ്സ് മിസ്ക്ലാസിഫൈഡ് ആയിട്ടില്ലേ? ഇപ്പോൾ ഗ്രീൻ എന്നുള്ളത് റെഡ് -1 ആപ്പിൾ അല്ലാന്ന്, അതാ ഈ ഒരു 2 പോയിൻറ്റ്സ് റോങ് എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ടോട്ടൽ വെയിറ്റ്സ് ആണ് 1/5 എന്ന് പറയുമ്പോൾ 0.2 എന്ന് പറയുന്നത്. ഓരോ പോയിൻറ്റിനും ഓരോ ഇത് കൊടുക്കുമ്പോൾ ആ ഒരു 0.2 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓരോ പോയിൻറ്റിൻ്റെയും ആ ഒരു വെയിറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് ടോട്ടലി 0.4 എന്നായി. മിസ്ക്ലാസിഫൈഡ് പോയിൻറ്റ്സ് ഫോർ 2 and 3. സോ അവിടെ 0.4 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ആൻഡ് ഈ ആൽഫ ടി എന്ന് പറയുന്നത് അതിൻ്റെ വീക്ക് ലേണേഴ്സ് വെയിറ്റ് ആണ്. ആൽഫ ടി ഈക്വൽ ടു അതിൻ്റെ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ് 1/2 1n 1 മൈനസ് എപ്സിലോൺ ടി ആൻഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ ടി ഈക്വൽ ടു 0.4. ആ ഒരു ടോട്ടൽ എററിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൽഫ ടി ഈക്വൽ ടു 1/2. ഇത് ലോഗരിതമിക് തന്നെ അല്ലേ? ഓക്കെ, IN അല്ല, ലോഗരിതമിക് തന്നെ ആയിരിക്കും. 1 മൈനസ് 0.4 1 മൈനസ് എപ്സിലോൺ ടി എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടിടത്തും 0.4 ആവും. 1/2 ലോഗരിതമിക് n ഓഫ് 0.6 ഡിവൈഡ് ബൈ 0.4 1/2 ലോഗരിതമിക് n ഓഫ് 1.5. സോ അതിൻ്റെ ഒരു വാല്യൂ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 0.405 എന്നുള്ളതാണ്. ദെൻ ആൽഫ ടി ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ഒരു വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0.202. ദെൻ അതിൽ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് നൗ വി അഡ്ജസ്റ്റ് ദ വെയ്റ്റ്സ് ഓഫ് ദി ഡാറ്റ പോയിൻറ്റ്സ്. മിസ്ക്ലാസിഫൈഡ് വെയ്റ്റ്സ് ഗെറ്റ്സ് ഹയർ വെയ്റ്റ്സ്.
So the next weak learner focuses on them. ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു റൂളാണ് വെയ്റ്റ് ഓഫ് ഐട്രേഷൻ t+1 ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഐട്രേഷൻ ഓഫ് t ഇൻറ്റു e റേസ് ടു ആൽഫ t മൈനസ് 1 yi നോട്ട് ഈക്വൽ ടു yi ക്യാപ്പ്. ഇത് ആ എററിൻ്റെ പാർട്ട്. ആൻഡ് ഇത് കറൻ്റ്ലി ആൽഫ ടി എന്ന് പറയുന്ന ആ വെയ്റ്റ്സിൻ്റെ പാർട്ട്. ഇത് ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യേണ്ട വെയ്റ്റ്സ്. അതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. സോ അതിൻ്റെ കറൻറ്റ് വെയിറ്റ് ഓരോന്നിനും 0.2 ആണല്ലോ വരുന്നത് 1/5 എന്ന് കൊടുക്കുമ്പോൾ. ആ ഒരു ഇത് അതിൻ്റെ അതിൽ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് ഏതൊക്കെയാണെന്ന്. 0 വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല, 1 വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രൊഡിക്ഷൻ. ആ ഒരു രീതിയിലാണ്. സോ 0.2നെ മിസ്ക്ലാസിഫൈഡ് yi നോട്ട് ഈക്വൽ ടു yi ക്യാപ്പ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാത്തത്. ദെൻ അപ്ഡേറ്റഡ് വെയിറ്റ് 0.2 ഇൻറ്റു e റേസ് ടു 0.202 അപ്രോക്സിമേറ്റ്ലി 0.424. സോ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ e റേസ് ടു 0 എന്നുള്ള ആ ഒരു ഇതിലേക്ക്. e റേസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ്. ഈ ഇൻറ്റു എന്നുള്ള എപ്സിലോൺ എന്നുള്ള ആ ഒരു ഇതിൽ ഈൻ്റെ അവിടെ ഇല്ലേ, എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂ എടുക്കണില്ലേ, അതിൻ്റെ കൂടെ റേസ് ടു എത്രയാണോ വരുന്നത് അതെടുക്കുകയാണ്. എന്ന് പറയുന്നത് എന്തായിരുന്നു കൊടുത്തിരുന്നത്, അതിൻ്റെ റൂളിൽ വരുന്ന ഇക്വേഷനാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പോണൻഷ്യൽ എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ്. അത് റൂളാണ് ആക്ച്വലി. ഇതിങ്ങനെ വാല്യൂസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂൾ വെച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ആ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ഇത്. അപ്പോൾ e റേസ് ടു 0 എന്നാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ വെയ്റ്റ്സും e റേസ് ടു t1 എന്നുള്ള ഒരു റേറ്റ് ഒക്കെ വരുമ്പോൾ e റേസ് ടു 0 എന്ന് വരും. ദെൻ മിസ്ക്ലാസിഫിക്കേഷൻ്റെ ഇതിൽ വരുമ്പോൾ ഇതാണ് ആക്ച്വലി 2 and 3 മിസ്ക്ലാസിഫൈഡ് പോയിൻറ്റ്സ് റോങ് വന്നത്, ഈ സെക്കൻഡത്തെയും തേർഡത്തെ. അപ്പോൾ അതിന് മാത്രം ഈ 0. എക്സ്പോണൻഷ്യൽ റേസ് ടു 0.202 എന്നുള്ള ഒരു വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. സോ ഇത് നോർമലി 0.2 തന്നെ വരുന്ന ആ ഒരു ഇതിലേക്ക് ഈ റേസ് ടു 0 എന്ന് കൊടുക്കുമ്പോൾ വേറെ ഒന്നും ആഡാവില്ല, 0.2 എന്ന് മാത്രം വരും. ഇവിടെ ഈ റേസ് ടു 0.202 എന്ന് പറയുമ്പോൾ ഏകദേശം 0.244 വരുന്നുണ്ട്. സോ ഈ രണ്ടിൻ്റെയും വെയ്റ്റ്സ് ഇൻക്രീസ് ആവും ഈ സ്റ്റെപ്പിൽ. സോ നെക്സ്റ്റ് മോഡൽ വരുമ്പോൾ ഇതിലേക്കായിരിക്കും അതിൻ്റെ ഫോക്കസ്, ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് അതിനെക്കാട്ടിലും കുറഞ്ഞ വാല്യൂ പ്രോപ്പർലി നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ട് മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള വെയ്റ്റ്സിലായിരിക്കും അതിൻ്റെ ഫോക്കസ് വരുന്നത്. ഓക്കെ, ഈ 202 0 യൂസ് ചെയ്യുന്ന മനസ്സിലായോ? ഒരെണ്ണത്തിൽ ഈ കറക്റ്റ് പ്രൊഡിക്ഷൻ വന്നതിൽ 0 എന്നുള്ളത് കൊടുക്കുന്നു, ബാക്കിയുള്ളതിൽ 1 എന്നുള്ളതിൽ ആ ഒരു 202 എന്നുള്ള വാല്യൂ ഇവിടുത്തെ ആൽഫ ടി എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. ആൽഫ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്ക് ലേണറിൻ്റെ വെയിറ്റാണ് ആൽഫ ടി എന്ന് പറഞ്ഞിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നോർമലൈസ് വെയ്റ്റ്സ് ടു എൻഷുവർ ദ വെയ്റ്റ്സ് സം ടു 1 ബി നോർമലൈസ് WI. ഇപ്പോഴങ്ങനെയാ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് വെയ്റ്റ്സിന് മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള വെയ്റ്റ്സിന് കുറച്ചുകൂടി നോർമൽ വെയ്റ്റ്സിനെക്കാട്ടിലും ഹെവി ആയിട്ടുള്ള വെയ്റ്റ്സാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വെയ്റ്റ്സിന് ടോട്ടലി നോർമലൈസ് ചെയ്യണം. ടു എൻഷുവർ ദ വെയ്റ്റ്സ് സം ടു 1 വി നോർമലൈസ് WI റേസ് ടു t+1 ഈക്വൽ ടു WI റേസ് ടു t+1 ഡിവൈഡഡ് ബൈ e റേസ് ടു j ഈക്വൽ ടു 1 to സിഗ്മ
j equal to 1 varying from n wj t plus 1. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് ആഡ് ചെയ്യുക. 1.088 വരുന്നുണ്ട്, ഇവിടുത്തെ 0.2, നെക്സ്റ്റ് 0.244, നെക്സ്റ്റും 0.244. ആ ഒരു വെയ്റ്റ്സ് ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ 1.088 വരുന്നുണ്ട്. സോ ഈ വെയ്റ്റ്സിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്ഡേറ്റഡ് വെയ്റ്റ് 0.2 എന്നുള്ളത് ഈ ഒരു ടോട്ടൽ വെയ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. 0.184. തന്നെ ഈ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂസ് കിട്ടുന്നുണ്ട് അതിൽ. ഓരോന്നിനും വരുമ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂസ് എത്രയാണ് വരുന്നത്. തന്നെ ആ ഒരു വെയിറ്റ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ട്രെയിനിങ് മൾട്ടിപ്പിൾ വീക്ക് ലേണേഴ്സ് ദ ഫൈനൽ പ്രഡിക്ഷൻസ് കമ്പൈൻസ് ഓൾ ലേണേഴ്സ്. ഫോർ ഈച്ച് ലേണർ പ്രഡിക്ഷൻസ് ആർ വെയിറ്റ് ബൈ ആൽഫ ടി. വൈ ക്യാപ്പ് എന്ന് പറയുന്നത് സൈൻ ഓഫ് സിഗ്മ ടി വേരിങ് ഫ്രം 1 to എഫ് ആണ്. ഇത് ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് മാത്രം നോക്കിയാൽ കേട്ടോ. h of t of x. For example, if we trained 3 learners, learner 1 alpha 1 is equal to 0.202 and yi equal to plus 1. കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തേക്ക്. ലേണർ 2 എന്ന് പറയുന്നത് ആൽഫ 2 ഈസ് ഈക്വൽ ടു 0.5, വൈ ടു ക്യാപ്പ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ. ലേണർ 3 alpha 3 is equal to 0.4, y 3 equal to plus 1. Final prediction, y cap is equal to sin of 0.202 plus 1, 0.5 minus 1 plus 0.4 and plus 1. ഇത് ആക്ച്വലി ഈ ഒരു വാല്യൂസ് നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ഇക്വേഷൻ്റെ ഇതും കൂടി വരുന്നുണ്ട്, പ്ലസ് 1 പ്ലസ് 0.5, ആ ഒരു രീതിയിലുള്ള ഇക്വേഷൻ. സൈൻ ഓഫ് 0.102. സോ ദ ഫൈനൽ പ്രഡിക്ഷൻ ഈസ് പ്ലസ് 1, ഇറ്റ്സ് ആൻ ആപ്പിൾ. ആ ഒരു രീതിയിലാണ് പ്രഡിക്ഷൻ വരിക. ടോട്ടലി കമ്പൈൻ ചെയ്തിട്ട് ഇതിൽ ചെയ്യുന്നത് സമ്മറി. അസൈൻ ഈക്വൽ വെയ്റ്റ്സ് ടു ഓൾ ഇൻ ഡാറ്റ പോയിൻറ്റ്സ്. ട്രെയിൻ എ വീക്ക് ലേണർ and calculate its error. Compute the weight of the weight learner. Update weights for the data points. Repeat steps 2 to 4 for several learners. Combine all weak learners using a weighted vote for our final predictions. സോ ആ ഒരു ആഡാബൂസിൻ്റെ ഏകദേശം അത്രയുള്ള ആ ഒരു സ്റ്റെപ്സും ഇതൊക്കെ, എങ്ങനെയാണ് ആ ഒരു വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്, പോയിൻറ്റ്സ് എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ്. ആക്ച്വലി ബൂസ്റ്റിംഗ് ഇപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് നേരത്തെ കുറച്ച് ടോപ്പിക്കില്ലേ അതിൻ്റെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നാളെ ഞാൻ ഈ മോഡൽസ് അൽഗോരിതംസ് ഇല്ലേ അതിൻ്റെ ടൈപ്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്സ് ഇതിൽ ഇത് പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ കോംപ്ലക്സിറ്റി കൂടിയ ഇതാണ് വരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ പിന്നെയും കൺഫ്യൂസ് ആവും ചിലപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കട്ടെ അതിൻ്റെ കോഡിങ്ങിൻ്റെ എന്തെങ്കിലും പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പറയാം.
ഒരു ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ആ ഒരു റെഗുലറൈസേഷൻ്റെ കേട്ടോ. എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നല്ലായിരുന്നു. റെഗുലറൈസേഷൻ്റെ അന്ന് ഗ്രേഡിയൻസിൻ്റെ എടുത്തായിരുന്നില്ലേ? ആ അതിൽ ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ലോസ് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞിട്ട് L2 റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യണമെന്നുള്ളൂ. അതിൻ്റെ ഒരു നോട്ട് കൂടി വെച്ച് പറഞ്ഞുതരാം. റെഗുലറൈസേഷൻ പ്ലസ് 2. പക്ഷെ അതിലൊരു ടൈപ്പ് ടോട്ടലി വെയ്റ്റ്സ് 0 ആക്കി കളയും. അതിൻ്റെ ഒരെണ്ണം ആ വെയ്റ്റ്സ് നിയർലി 0 ആക്കിയിട്ട് ഫീച്ചേഴ്സ് കീപ്പ് ചെയ്യും. ബട്ട് അതിൻ്റെ നിയർലി 0 ആക്കുന്നതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നില്ലേ? L2 എന്ന് പറഞ്ഞിട്ടുള്ള നോർമലൈസേഷൻ. ആ ഒരു നോർമലൈസേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. x ഡാഷ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ, വെർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എടുക്കുന്നത്. L2 നോർമലൈസേഷൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിന് വർക്കിംഗ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു നോട്ട് ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് നോക്കണേ. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. MSc പ്ലസ് ലാംഡ അതിൻ്റെ കൂടെ ഈ ഒരു ഇക്വേഷൻ, അത്രയാണ് ഈ റെഗുലറൈസേഷൻ്റെ ഇതിൽ വരുന്നത്. അതായത് നമ്മൾ ലോസ് ഫങ്ഷനും അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലാംഡയും ഇതും വരുന്ന ആ ഒരു മെത്തേഡും കൂടി അപ്ഡേറ്റ് ചെയ്യും. പെനാൽറ്റിയും കൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫീച്ചർ സെലക്ഷൻ നടക്കും. അതിൻ്റെ കൂടെ ആ ലോസും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷൻ കൊട്ടിൽ റേഞ്ച് ഒക്കെ ഇത് ഫസ്റ്റ് ആ ഒരു L1 എന്നുള്ള ടൈപ്പിൻ്റെയാണ്. ഒറിജിനൽ ലോസ് പ്ലസ് ലാംഡ ഇൻറ്റു പെനാൽറ്റി എന്നാണ് കൊടുത്തേക്കണത്. ഒറിജിനൽ ലോസ് എന്ന് പറയുമ്പോൾ MSc എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പില്ലേ, മീൻ സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പാണ് ഒറിജിനൽ ലോസ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഏറ്റവും മിനിമം ലോസിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മോഡൽ പ്രോപ്പറായിട്ട് പ്രഡിക്ഷൻസ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ. ദെൻ അതിൻ്റെ കൂടെ ഈ ഒരു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്, ആ 0 ആക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ നിയർലി 0 ആക്കുന്ന ടൈപ്പും കൂടി അതിന് വേണ്ടിയിട്ടുള്ളൊരു പെനാൽറ്റി ടേമാണ് ഈ ഒരു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാംഡ ഇൻറ്റു പെനാൽറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗമാണ്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസോ റിഗ്രഷൻ MSc പ്ലസ് ലാംഡ സം ഓഫ് WI എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ വെയ്റ്റിൻ്റെ അബ്സല്യൂട്ട് വെയ്റ്റ്സും ദെൻ സിഗ്മ എന്ന് പറയുന്ന സമ്മ്
ലാംഡ എന്ന് പറയുന്നത് റെഗുലറൈസേഷൻ സ്ട്രെങ്ത് എന്ന് പറയും. MSE മെഷേഴ്സ് ദ പ്രഡിക്ഷൻ എറർ. ലാംഡ റെഗുലറൈസേഷൻ സ്ട്രെങ്ത്. സിഗ്മ WI എന്ന് പറയുന്നത് സം ഓഫ് അബ്സല്യൂട്ട് വെയ്റ്റ്സ്. ഈ വെയ്റ്റ്സ് എന്ന് പറയുന്നത് ആ സീറോ ആക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു വെയ്റ്റിൻ്റെ ഇതിനാണിത്. ദെൻ ലാംഡ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഹൈ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫീച്ചേഴ്സ് സീറോ ആയി പോകും. ഇൻപുട്സ് ഇപ്പോൾ ഒരു 10 ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ വാല്യൂ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് സീറോ ആയി പോകും. കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൽ ലാംഡയുടെ വാല്യൂ സീറോ അല്ലേ കിടക്കണേ ഇവിടെ. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ്, ഇപ്പോൾ ഒരു 5 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂസ് ജസ്റ്റ് നോക്കിയാൽ മതി. ലാംഡ ഇവിടെ 0.5 ആക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ കുറഞ്ഞു വരും. ആൻഡ് ഹൈ വാല്യൂസൊക്കെ എടുക്കുമ്പോൾ ആകെ ആ ഒരു വാല്യൂസ് തന്നെ ഒട്ടും ഇല്ലാണ്ടായി. അത് ടോട്ടലി അതിൻ്റെ വാല്യൂസ് സീറോ ആക്കി കൊടുത്ത് ഷ്രിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ടാണ് ഒരു ഒപ്റ്റിമൽ വാല്യൂ ലാംഡയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അത് കുറഞ്ഞു വരും തോറും ആ ഒരു ഫീച്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് കുറവാകുകയാണ്. അതിൽ വെയിറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നില്ലേ, ആ വെയിറ്റ് ടോട്ടലി സീറോൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് വരും. ഇവിടെ സീറോ എന്നുള്ളത് അത് ഏറ്റവും ഹൈ ആക്കുമ്പോൾ ആ സീറോൻ്റെ റേഞ്ചിലേക്ക് എത്തി, ടോട്ടലി റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ഇതിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ ലോസ് നോക്കുകയാണ്. MSE എന്നുള്ളത് ലാംഡ ഏറ്റവും കുറവാകുമ്പോൾ അതിൻ്റെ ലോസ് ഈ ഒരു റീജിയനിലേക്കാണ്, ഒരു 10 എന്നുള്ള റീജിയനിൽ. ഇവിടെ അങ്ങനെ കൂടി വരുമ്പോൾ ആ ലോസ് മാക്സിമം കുറഞ്ഞു വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എററാണല്ലോ. ഈ ഫീച്ചേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഒപ്റ്റിമൽ വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഒരു മിനിമം ലോസ് അവിടെ ഉണ്ടാവും. പക്ഷേ ടോട്ടലി ഈ ഒരു ലോസ് പറ്റ കുറയുന്നുണ്ട്. അത് ആക്ച്വലി ഒരു പെനാൽറ്റി ടൈം ഭയങ്കര ഹൈ ആകുമ്പോൾ, ഇപ്പോൾ ഒരു 100ൽ 10 ഫീച്ചേഴ്സ് നമുക്ക് ഉപകാരമുള്ളായിരുന്നു, നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. പക്ഷേ ആ ഒരു 10 ഫീച്ചേഴ്സിൽ ആക്ച്വലി ഭയങ്കര ഹൈ ലാംഡ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേണ്ട 10 ഫീച്ചേഴ്സൊന്നും നമുക്കൊരു 3-4 ഫീച്ചറേ കിട്ടുകയുള്ളൂ. അതാണ് ഡിഫറൻസ്. ഓക്കെ, ലാസോയും റിഡ്ജും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. സോറി, ഈ ലാംഡ ടൈമിൻ്റെ ഒക്കെ യൂസ് കേസ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഇക്വേഷനാണ് ഇവിടുത്തെ ഇക്വേഷനാണ് കേട്ടോ. ലോസ് റിഡ്ജിൻ്റെ L2 എന്ന് പറഞ്ഞിട്ടുള്ള റെഗുലറൈസേഷൻ, ആ സ്മൂത്തനിങ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ്. ലോസ് ഈക്വൽ ടു MSE പ്ലസ് ലാംഡ സിഗ്മ WI സ്ക്വയർ. സോ സെയിം ഇക്വേഷനാണ് ഇവിടെ കൊടുക്കുക. 1/n ഇൻറ്റു NP ഡോട്ട് സം ഓഫ് y പ്രെഡ് മൈനസ് y ഹോൾ സ്ക്വയർ. MSEയുടെ ഇക്വേഷനാണിത്, മീൻ സ്ക്വയർഡ് എററിൻ്റെ. n വാല്യൂസിന് y പ്രെഡ് മൈനസ് y എന്ന് പറയുന്നത് ആ ഒരു ആക്ച്വൽ വാല്യൂസും പ്രെഡിക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ്. സ്ക്വയർ കൊടുക്കുന്നത് ഏറ്റവും ആ ഒരു ഫോക്കസ് ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മീൻ സ്ക്വയർഡ് എററിൻ്റെ ഇക്വേഷൻ. പ്ലസ് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയുമ്പോൾ ഇതുവരെ വന്നു, പ്ലസ് ലാംഡ സിഗ്മ WI സ്ക്വയർ എന്നുണ്ട്. ലാംഡ ഇൻറ്റു W സ്ക്വയർ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ലോസ് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. ദെൻ അതിനനുസരിച്ച് ഗ്രേഡിയൻസും ബയാസും അപ്ഡേറ്റ് ചെയ്യും. വെയിറ്റും ബയാസും ഗ്രേഡിയൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഗ്രേഡിയൻസ് ഇവിടെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു ലാംഡ റിഗ്രഷൻ ഇൻറ്റു വെയിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗ്രേഡിയൻസിൽ ചെയ്ത പോലെ വെയിറ്റും ബയാസും അപ്ഡേറ്റ് ചെയ്യും. അതിന് ഓരോ എപ്പോഴ്സിലും ചേഞ്ച് വരുന്നുണ്ടാവും. ഒരു പോയിന്റിൽ മിനിമം ലോസ് ആവും, ഇത് എറർ മാക്സിമം കുറയും. അത് പ്രിൻ്റ് ചെയ്യിക്കുക, പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യിക്കുക. ഇപ്പോൾ 0th 9000 എപ്പോച്ച് ആകുമ്പോൾ 9000 സ്റ്റെപ്പ് ആകുമ്പോൾ ലോസ് 0.9992. അതിന് ആ ഒരു രീതിയിൽ ഇങ്ങനെ
ബയാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ബയാസ് 1.4 ആയിരുന്നു, 1.2 ആയി, അതങ്ങനെ കുറഞ്ഞു വരും. ഫൈനൽ മോഡൽ വെയിറ്റ് വരുന്നത് 9.98, അതിൻ്റെ ഇൻഫർമേഷൻ ഷെയറിങ്ങിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 9.98, ബയാസ് വരുന്നത് 0.11. പ്രഡിക്ഷൻസ് ഇത് എന്തിൻ്റെ ആയിരുന്നു, ENP.array എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലത്തെ ഒരു അറേയാണ് അവിടെ പ്രഡിക്ഷനായിട്ട് വരുന്നത്, NP.array XY എന്നുള്ളത്. 20.07, 40.04 ആ ഒരു ടൈപ്പിലാണ് പ്രഡിക്ഷൻസ് അവിടെ വരിക. ഈ 2 ഇക്വേഷൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ കേട്ടോ ഇവിടുത്തെ, വേറെ ഒരുപാട് ചേഞ്ച് ഒന്നുമില്ല. ഗ്രേഡിയൻസിലെടുത്ത സെയിം ഇക്വേഷനാണ്, സോറി കോഡാണ്. ക്ലിയർ ആണത്? ആ ഇക്വേഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ലാസോ റിഗ്രഷൻ എന്നുള്ള അതിൻ്റെ ഒരു കോഡ് അതിൻ്റെ ഈ ലാംഡയ്ക്ക് പകരം ഇവിടെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമും കൂടി യൂസ് ചെയ്യാം കേട്ടോ പാരാമീറ്ററായിട്ട്. ഈ റിഗ്രഷൻ ടൈപ്പ് മോഡലിൽ ചിലയിടത്ത് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൽഫ ഈസ് ദി റെഗുലറൈസേഷൻ സ്ട്രെങ്ത്. ദിസ് ഈസ് എസെൻഷ്യലി യൂസിങ് ലാംഡ 0.1 ഇൻ അതർ കോണ്ടെക്സ്റ്റ്. ലാസോ മോഡൽ ഡോട്ട് ഫിറ്റ് ഇന്നലെ പറഞ്ഞു തന്നില്ലേ, ലാസോ മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ്ട്രീം സ്കെയിൽ ടു വൈട്രിങ് ആ ഒരു പ്രഡിക്റ്റ് ഇവാലുവേറ്റ്, പിന്നെ ജസ്റ്റ് പ്രഡിക്ഷൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നോർമലി ആ ഒരു മോഡലൊക്കെ കോൾ ചെയ്തിട്ട് പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ. പിന്നെ അതൊക്കെ പ്രിൻ്റ് ചെയ്യിക്കുക, ആ ഒരു വെയ്റ്റ്സിൻ്റെ ബയാസിൻ്റെ ഇതൊക്കെ. then അത് മൂന്നാമത്തെ ടൈപ്പാണ് ഇലാസ്റ്റിക് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതങ്ങനെ കോഡ് ചെയ്യാൻ ചോദിക്കാൻ പറ്റില്ല, ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. വാച്ചോടെ പോയി അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് നോക്കുകയാണ്. ലീനിയർ റിഗ്രഷനിൽ എന്താണ് അതിൻ്റെ വെയിറ്റും ബയാസും മീൻ സ്ക്വയർഡ് എററും വരുന്നതെന്നാണ്. ഇതിപ്പോൾ ആക്ച്വലി സിന്തറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡാറ്റയാണ്. ഒറിജിനൽ ഡാറ്റാ സെറ്റിൽ ഇത് ചിലപ്പോൾ ചേഞ്ച് വരും, ഒരുപാട് ചേഞ്ച് വരും. കാരണം ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് മാത്രമായിരുന്നു ഈ ഒരു ഡാറ്റാസ്. അതിനനുസരിച്ചിട്ട് ഒറിജിനൽ ഡാറ്റയിൽ ചേഞ്ച് വരും. വെയ്റ്റ്സ്, ബയാസ്, മീൻ സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇത് സെപ്പറേറ്റ് എന്തെങ്കിലും ഡാറ്റ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റ് എന്തെങ്കിലും എടുത്തിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരാം, ഈ ഒരു ഡാറ്റ സെറ്റിലല്ലാണ്ട്. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇതാണ്. ഈ ഗ്രിഡ് സെർച്ച് എസ്റ്റിമേറ്റർ ആ ഒരു ടൈപ്പിൽ കുറച്ച് ചെയ്യാനുണ്ട്. അത് ഇത് പാണ്ടാസിൽ ചെയ്തിട്ടില്ലേ, ഈ ഫില്ല് തന്നെ ഡ്രോപ്പ് തന്നെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം പ്രോസസ്സാണ്. അത് ഇപ്പോൾ മിസ്സിങ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക, ഒരു ഡാറ്റ സെറ്റിൽ മിസ്സിങ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈസന്നെ ഡോട്ട് സം എന്ന് പറയുമ്പോൾ ഏജിൽ ഒരു മിസ്സിങ് വാല്യൂ ഉണ്ട്, സാലറിയിൽ ഒരു മിസ്സിങ് വാല്യൂ ഉണ്ട്, സിറ്റിയിൽ ഒരു മിസ്സിങ് വാല്യൂ ഉണ്ട്.
ഇത് മൂന്നും ഹാൻഡിൽ ചെയ്യണം. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡൽ സ്ക്യൂഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. റൺ ഈച്ച് മെത്തേഡ് സെപ്പറേറ്റ്ലി ആഫ്റ്റർ ദിസ് ടു ചെക്ക് ദ റിസൾട്ട്. സോ ഡി എഫ് ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡി എഫ് ഡോട്ട് ഡ്രോപ്പിനെ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്യാണ്. അതായത് എവിടെയൊക്കെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ അതൊക്കെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക. ദെൻ പ്രിൻറ്റ് എൻ ആഫ്റ്റർ ഡ്രോപ്പിംഗ് മിസ്സിംഗ് റോസ്. ഡി എഫ് ഡോട്ട് ഡ്രോപ്പ് തന്നെ ഒരു പാരാമീറ്റർ കൂടി ഉണ്ടോന്നു, ഡോട്ട് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് അങ്ങനെ എന്തോ ഒരു പാരാമീറ്റർ ഉണ്ട്. അടുത്തുണ്ടല്ലോ. ഇതിൽ സെയിം ഡാറ്റ ഫ്രെയിമിൽ അപ്ഡേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡ്രോപ്പ് തന്നെ പറഞ്ഞിട്ട് പുതിയ ഡാറ്റ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ഡ്രോപ്പിംഗ് മിസ്സിംഗ് റോസ് പ്രിൻറ്റ് ഡി എഫ് ഡ്രോപ്പ്ഡ്. ഒരു 3 വാല്യൂസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ് 2 എന്ന് പറയുന്നത് ഫില്ലിംഗ് മിസ്സിംഗ് വാല്യൂസ്. സോ ആ ഡ്രോപ്പ് ചെയ്യാണ്ട് ഇതിനെങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൽ ഫില്ലെന്നെ എന്ന് പറയുന്നത് പാണ്ടാസിൽ വരുന്ന മെത്തേഡാണ്. ഡി എഫ് ഫിൽഡ് ഡോട്ട് ഫില്ലെന്നെ. അത് ഡിക്ഷണറി വാല്യൂസ് ആയിട്ട് കൊടുത്തതാണ്, കീ വാല്യൂ പെയർസ് ആയിട്ട് കൊടുത്തതാണ്. ഏജ് എന്ന് പറയുന്നത് ഡി എഫ് ഓഫ് ഏജ് എന്ന് പറയുന്നത് കോളം കളക്ട് ചെയ്യുന്ന ഒരു സിൻടാക്സ്. അതിൻ്റെ ആവറേജ് മീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ. അതായത് സെയിം ഡാറ്റ സെറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനാണ്, ഡാറ്റ ഫ്രെയിമിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കോപ്പി പോലെ ജസ്റ്റ് കോളാവുന്ന മാത്രമേ ഉള്ളൂ. ദെൻ ഡി എഫ് ഫിൽഡ് ഡോട്ട് ഫില്ലെന്നെ സാലറി, ഡി എഫ് ഓഫ് സാലറി, ഇത് കീ വാല്യൂ ആൻഡ് അതിൻ്റെ പെയറായിട്ട് വരുന്നത് ഡി എഫ് ഓഫ് സാലറി ഡോട്ട് മീഡിയൻ ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് സിറ്റി എന്നുള്ളത് ജസ്റ്റ് റാൻഡംലി അൺനോൺ ഫില്ല് ചെയ്യാണ്. ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ. ഫിൽ വിത്ത് കസ്റ്റം വാല്യൂ. ദെൻ ഇത് ടോട്ടലി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് ഡി എഫ് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ ഇമ്പ്യൂട്ടേഷൻ ഇതിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഒന്നുമില്ല ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മാനുവലി ചേഞ്ച് ചെയ്യാം. ഇമ്പ്യൂട്ടേഷൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യണില്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാറ്റഗറിക്കൽ വേരിയബിളിനെ ഈ ടോട്ടലി നമ്പേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഡി എഫ് ഇൻ്റർപോളേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിലാണ് ചേഞ്ചസ് വരുന്നത്. ഡി എഫ് ഇൻ്റർപോളേറ്റഡ് ഏജ് ഈക്വൽ ടു ഡി എഫ് ഇൻ്റർപോളേറ്റഡ് ഏജ് ഡോട്ട് ഇൻ്റർപോളേറ്റ്. പ്രിൻറ്റ് ആഫ്റ്റർ ഇൻ്റർപോളേഷൻ. ആ ഒരു കൺവേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ സെറ്റ് ചെയ്യുക ആഫ്റ്റർ ഇൻ്റർപോളേഷൻ. ഇല്ല ഇല്ല ഈ ഒരു 2-3 മെത്തേഡ്സ് ആണ് പാണ്ടാസിൽ ആക്ച്വലി. പാണ്ടാസ് പാണ്ടാസ് എന്നുള്ളതിൽ ഈ ഒരു 2-3 മെത്തേഡ്സ് ആണ് ഇത് ഫില്ല് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മെഷീൻ ലേണിങ്ങിൽ പ്രീ പ്രോസസ്സിങ്ങിൽ മെയിനായിട്ട് വരുന്നതാണ്.
ഓക്കെ, നമുക്കിപ്പോൾ കാറ്റഗറിക്കൽ വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ന്യൂമറിക്കൽ വേരിയബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇൻ്റർപൊളേഷൻ, ഇമ്പ്യൂട്ടേഷൻ ആൻഡ് ഈ ഒരു മീന് മീഡിയൻ മോഡ് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡംലി റിപ്ലേസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വെറുതെ ഫില്ല് ചെയ്ത് കൊടുക്കണേക്കാട്ടിലും ഈ മീന് മീഡിയം മോഡ് എന്നുള്ള ഒരു ഇതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇമ്പ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇതുവരെയുള്ള ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നോർമലി ഫില്ല് ചെയ്യുന്നത്, പ്രീ പ്രോസസ്സിങ് ചെയ്യുന്നതൊക്കെ. ആൻഡ് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കട്ടെ, ഞാൻ തരാം. അത് ഇടയ്ക്ക് നോക്കുക കേട്ടോ. ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്താൽ തന്നെ ഏകദേശം ഐഡിയ ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഇടയ്ക്ക് തരാം. ഇപ്പോൾ മൈൻഡില് പ്രാക്ടിക്കലി ചെയ്താൽ MLൻ്റെ മാത്രം തന്നാൽ മതി. ഇപ്പോൾ ആക്ച്വലി ആ മോഡൽസ് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു ടൈപ്പിലേക്ക് ഫുള്ള് എടുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനത്തെ തരുന്നില്ല. ഈ ഒരു സംഭവങ്ങൾ എല്ലാം അങ്ങനെ കണ്ടിന്യൂസ്ലി തരണം. ഞാൻ ഈ മേ ബി തിയറി അതും കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാക്സിമം വരും കേട്ടോ, അത് നോക്കുക. അതായത് ഇതിന് പോയി നോക്കിയാൽ മതി. ഇതിൽ ഈ G4GXൻ്റെ ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഷീൻ ലേണിങ്ങിൻ്റെ ഇപ്പോൾ എടുത്തതും അതിന് വരുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇടയ്ക്ക് നോക്കിയാൽ മതി. ഇക്വേഷൻസും ഇതൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതിലാണ്? G4GX അറിയാം? ഇല്ല. ഓക്കെ, ഞാനൊന്ന് അയച്ചു തരാം, ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നോട്ട്സ് ഒന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവുക. ആൻഡ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ ലോഗ് ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെയാണ്. ഇത് ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ നോക്കിയിട്ട് എന്നാൽ ഒന്നുകൂടി കോഡ് ചെയ്ത് തരാം. എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, ആ നോട്ട് ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മെഷീൻ ലേണിംഗ് പവർ BI ആണോ? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഡീപ്പ് ലേണിംഗ് ആണ് എടുക്കുക. ഒരേപോലെ ഇപ്പോൾ അവർക്ക് മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. EDA കഴിഞ്ഞിട്ട് അവർക്ക് ഈ നോർമലൈസേഷൻ ആ ഒരു പാർട്ടില്ലേ അതുവരെ എടുത്തിട്ടുണ്ട് ഓഫ്ലൈന്. നോർമൽ ആ ഒരു ഇതിൽ പോവാന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിങ്, ഡീപ്പ് ലേണിങ് 6 മാസത്തെ അല്ലേ നിങ്ങളുടെ? അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നോർമലി ജനറേറ്റീവ് AI ഒക്കെയാണ് എടുക്കുക. ഉണ്ട്.